അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ വലിയവർ എന്ന് വിളിക്കപ്പെടും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിയമത്തിൻ്റെ പൂർത്തീകരണത്തെ ധ്യാനിക്കാം. പിതാവായ ദൈവം ഭൂമിയെ വീണ്ടെടുക്കുവാൻ അനവധി പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, തൻ്റെ പ്രിയദാസരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെയൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ എല്ലാ വീണ്ടെടുക്കലും നിയമത്തിലൂടെയാണ്. എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ക്രിസ്തു തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നിയമത്തെ അസാധുവാക്കുവാനല്ല, അതിൻ്റെ പൂർത്തീകരണത്തിനും സ്ഥിരീകരണത്തിനും വേണ്ടിയിട്ടാണ്. പഴയ നിയമ പുസ്തകത്തിൽ നാം കാണുന്ന നിയമത്തിൻ്റെ ധാർഷ്ട്യവും ശാഠ്യവുമൊക്കെ ക്രിസ്തുവിൽ അത് പുനർവിചിന്തനം ചെയ്യപ്പെടുന്നു. നിയമത്തിന് അമിത പ്രാധാന്യം നൽകി മാത്രം മുന്നോട്ട് പോയ യഹൂദ ജനതയെ ക്രിസ്തു കുറച്ചുകൂടി സൗമ്യതയോടുകൂടി നിയമത്തെ സമീപിക്കുവാനും എല്ലാ നിയമങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ബോധ്യവും നൽകുന്നു. സാബത്ത് ആചരണവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയധികം നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളും ചിട്ടകളും ഉണ്ടായിരുന്നു. എന്നാൽ അത് ജനത്തിന് വരുത്തുന്ന ബുദ്ധിമുട്ടുകളും നൊമ്പരവും വളരെ വലുതായിരുന്നു. ക്രിസ്തു അതിനെല്ലാം പുനർവിചിന്തനം ചെയ്യുവാൻ അവർക്ക് ചില ചിന്തകൾ നൽകി. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു പറയുന്നത്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നിയമത്തെ അസാധുവാക്കുവാനല്ല, മറിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിനാണ്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത്ര അസന്നിഗ്ധമായ പഠനത്തിലൂടെ ക്രിസ്തു നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്നും നിയമത്തെ അസാധുവാക്കുകയല്ല ക്രിസ്തുവിൻ്റെ ലക്ഷ്യമെന്നും ഓർപ്പെടുത്തുന്നു. ഇപ്രകാരം ക്രിസ്തു യഹൂദ ജനത്തോട് പറയേണ്ടി വന്ന സാഹചര്യം എന്തെന്നോ, ക്രിസ്തുവിൻ്റെ പഠനം ആ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ചിരുന്ന നിയമങ്ങൾക്കും നിയമാനുഷ്ഠാനങ്ങൾക്കും എതിരായി പോകുന്നുവെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. അത്തരണത്തിലാണ് യേശു ധീരതയോടുകൂടി അവിടുത്തെ നിലപാട് വ്യക്തമാക്കിയത്. യേശു പറയുന്നു, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ അത് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. നോക്കൂ, നിയമത്തെ നാം അനുസരിക്കുമ്പോൾ, നിയമാനുസൃതമായി നാം ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ വിശ്വസ്തയോടുകൂടി പാലിക്കുമ്പോൾ നാം ദൈവതിരുസന്നിധിയിൽ വലിയവർ എന്ന് വിളിക്കപ്പെടും എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. ഓർക്കുക, ഓരോ നിയമവും നമ്മുടെയും അവരിൻ്റെയും രക്ഷയുടെ ബലമാകണം. നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ തന്നെ മനുഷ്യത്വത്തെയും മാനുഷിക മൂല്യങ്ങളെയും നമ്മൾ വിലമതിക്കണം. ഭൂമിയിൽ നന്മ ചെയ്യുവാൻ, നിയമങ്ങളെ അതിലംഘിച്ച് കടന്നു പോകുവാനും ക്രിസ്തു പലപ്പോഴും നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എല്ലാ നിയമങ്ങൾക്കാലും അധികമായ പ്രാധാന്യം നൽകേണ്ടത് സ്നേഹമെന്ന വലിയ നിയമത്തിനാണെന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. സ്നേഹത്തേക്കാൾ വലിയ നിയമമില്ല. സ്നേഹം എല്ലാ സമർപ്പണത്തിൻ്റെയും പൂർണ്ണതയാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിയമത്തെ അനുസരിക്കുന്നതോടൊപ്പം മാനുഷിക മൂല്യങ്ങളെ കൂടുതൽ ആഴമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവിക കൽപ്പനകളും ചട്ടങ്ങളും വിശ്വസ്തയോടുകൂടി പാലിച്ച് ദൈവമക്കൾക്കുള്ള കൃപയിൽ സ്നേഹത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം. നിയമം മാത്രം നോക്കുകയും സ്നേഹത്തിന് പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ തപസ്സുകാലം നമുക്ക് ഗുണകരമാവുകയില്ല. നാം എല്ലാ നിയമങ്ങൾക്കും വിധേയരായിക്കൊണ്ട് തന്നെ ഭൂമിയിൽ വിശ്വസ്തയോടുകൂടി ദൈവഹിതം നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യമാണ് നമുക്ക് കുറച്ചുകൂടി അർത്ഥബദ്ധമായി ജീവിക്കുവാൻ കൃപ നൽകുക. നാം കൂടുതൽ സ്നേഹത്തോടെ ദൈവമക്കൾക്കുള്ള സ്വാതന്ത്ര്യത്തേക്ക് വളരാൻ, എല്ലാ നിയമങ്ങളും ദൈവിക സ്നേഹത്താൽ പാലിക്കാൻ ബലം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.
ആമേൻ.